നമസ്കാരം. നമ്മളാരും കഷ്ടപ്പെടാൻ വേണ്ടിയല്ല ജനിച്ചത്. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടാൻ അർഹരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ ആവാനും ആഗ്രഹിച്ചവയെല്ലാം നേടാനും കഴിയുന്ന ജീവിതം നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ അരികിലാണുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ഹൈ എനർജിയിലിരിക്കണം. നമ്മളുടെ വൈബ്രേഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ പ്രപഞ്ചം തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഒരു എനർജിയാണ് നിങ്ങളുണ്ടാകുന്നത്. എന്നാൽ അതിനു പകരം ഞാൻ സമ്പന്നനാണ് എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഓരോ വാക്കുകളും വളരെ മൂർച്ചയേറിയതാണ്. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിടുന്ന ഓരോ വാക്കും ഒരു ബൂമറാങ് പോലെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാഹചര്യങ്ങളെ പേടിച്ച് എനിക്ക് ഒന്നിനും കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനും കഴിവില്ലാതായി പോകും. പകരം എനിക്ക് കഴിയും, ഞാൻ വിജയിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം തന്നെ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾ വിജയിയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരം അതേ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നിങ്ങൾ എപ്പോഴും കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരു ചെറിയ കാര്യത്തിന് പോലും സങ്കടപ്പെടുന്ന ഒരാളാണോ? ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അതിനെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും വീണ്ടും കരഞ്ഞിരിക്കരുത്. യൂണിവേഴ്സ് ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ യൂണിവേഴ്സിലേക്ക് വിടുന്ന ഓരോ വാക്കും പ്രവൃത്തിയും എനർജിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നത് എന്താണോ അത് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് എപ്പോഴും കരയുന്ന സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ദുഃഖത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ മാത്രം ആവർത്തിച്ചു പറയുക. നിങ്ങൾക്ക് സമ്പന്നനാവണമെങ്കിൽ നിങ്ങൾ ഞാൻ സമ്പന്നനാണ് എന്ന് തന്നെ പറയണം. ഒന്നും കയ്യിലില്ലാത്ത ഞാൻ എങ്ങനെ സമ്പന്നനാവുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തയിലേക്ക് പോകാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും കൂടുതൽ വിശ്വാസത്തോടെ ഞാൻ സമ്പന്നനാണ് എന്ന് ഉറച്ച് ആവർത്തിച്ച് പറയുക. ഇതൊരു 21 ദിവസം തുടർന്ന് ചെയ്തു നോക്കൂ. സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങൾ ആകർഷിക്കും. നന്ദി.